എടാ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്കറിയാം, എല്ലാ മക്കളും വെയിറ്റ് ചെയ്തിരുന്നത് സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇതാ നമ്മുടെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഒഫീഷ്യൽ സർക്കുലർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ സർക്കുലറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ മക്കള് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരിക്കും. സോ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും, നിങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ തന്നെ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഒഫീഷ്യൽ സർക്കുലർ ഇന്ന് വൈകുന്നേരം 6:30 കൂടി ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കുലറിനകത്ത് അപ്ലൈ ചെയ്യേണ്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ +1 അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രൊസീജിയറാണ്, ഏറ്റവും അവസാനത്തെ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്കൂളിലാണ് സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോമ്പിനേഷനുകളിൽ സീറ്റ് വേക്കൻ്റ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് മേ ബി അത് പബ്ലിഷ് ചെയ്യാം. ഗവൺമെന്റ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോമ്പിനേഷനുകളിൽ സീറ്റ് വേക്കൻ്റ് ആണ് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഓഗസ്റ്റ് 12-ന് 9 മണിക്ക് മുമ്പായിട്ട് പബ്ലിഷ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇന്ന് നൈറ്റ് ഇന്നൊരു 10 മണിക്ക് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് എപ്പോൾ വേണം, എന്തായാലും നിങ്ങൾക്ക് ഉടൻ തന്നെ വേക്കൻസി ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻ്റ് ആയിട്ട് സീറ്റുകൾ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെ കോമ്പിനേഷനുകളിലാണ് സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ? എല്ലാ വിദ്യാർത്ഥികളുടെയും സംശയമാണ്. നമ്മൾ സ്പോട്ട് അഡ്മിഷനും അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെയായിരിക്കും. നിങ്ങൾക്ക് അക്ഷയ സെന്ററുകളിൽ പോയി ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ആപ്ലിക്കേഷന്റെ ലെവലിൽ ഇല്ല. ഓക്കെ, ഇനി എന്ന് മുതലാണ് അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നത്? എടാ മക്കളെ, അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നത് 12-ാം തീയതി, ഓഗസ്റ്റ് 12-ാം തീയതി മുതലാണ്. ഓക്കെ, ഓഗസ്റ്റ് 12-ാം തീയതി രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആൻഡ് ഈ ആപ്ലിക്കേഷന്റെ സമയം അവസാനിക്കുന്നത് ഓഗസ്റ്റ് 13-ന് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ ഓഗസ്റ്റ് 12-ന് 10 മണി മുതൽ ഓഗസ്റ്റ് 13-ന് വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അക്ഷയ സെന്റർ മുഖേനയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഫോണിലൂടെയോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എടാ മക്കളെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് HSCAPന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് കടക്കുക. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് HSCAP എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഇൻ്റർഫേസിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അതുവഴി നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ഇനി നിലവിൽ ഇതുവരെ HSCയിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? നിലവിൽ ഇതുവരെ HSCയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ HSCAPലേക്ക് കടക്കുക. അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കുക. ഈ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ അത് കൃത്യമായിട്ട് ബാധിക്കും.
സോ എല്ലാ ഡീറ്റെയിൽസും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഇതെല്ലാം അടിച്ചു കൊടുക്കുക. ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ഫോർ വേക്കൻസീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ സെന്ററിൽ തന്നെ പോയി ചെയ്താൽ മതി. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ഇത് ബാധിക്കും. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷയ സെന്ററിൽ പോയി തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡേറ്റ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളതാണ്. ഈ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ പോകില്ല. ഓർക്കേണ്ട കാര്യം, ഇത് ഫൈനൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിന് ശേഷം ഒരു അഡ്മിഷൻ പ്രൊസീജിയർ +1 ഇല്ല. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. സോ എല്ലാ സ്കൂളും സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അക്ഷയ സെന്റർ ആണെങ്കിൽ അക്ഷയ സെന്ററിൽ നിങ്ങൾ പുറത്തേക്ക് വരിക, വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യുക. ഓക്കെ, ഇത് കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ എല്ലാ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിലും ഇതുപോലെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് പോലും ഒത്തിരി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഇത് പറഞ്ഞു തന്നത്. ഇനി എത്ര സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? എടാ മക്കളെ, സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു സ്കൂളിൽ തന്നെ പല കോമ്പിനേഷനിലേക്ക് നിങ്ങൾക്ക് സയൻസിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ഒരു മാനദണ്ഡം മാത്രമേ അവിടെ ഉള്ളൂ, സീറ്റ് വേക്കൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോ സ്കൂളും കൃത്യമായിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വേക്കൻറ്റ് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്നു മുതൽ? 12-ാം തീയതി 10 മണി മുതൽ 13-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഇപ്രകാരം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിലവിൽ ഗവൺമെന്റിന് കുറേ കംപ്ലൈൻസുകൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് പല കാരണങ്ങൾ മുഖേന അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറേ കംപ്ലൈന്റ് ഗവൺമെന്റിന് പോയിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ ഇതുവരെ അപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന് വളരെ കൃത്യമായിട്ട് സർക്കുലറിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യാതിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ഇനി നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാതിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക്, നിലവിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി വേറൊരു കാര്യം, VHSCയിൽ അഡ്മിഷൻ കിട്ടി, ഇനി HSCയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുമോ? എടാ മക്കളെ, VHSCയിൽ അഡ്മിഷൻ കിട്ടി എന്ന കാരണത്താൽ നിങ്ങൾക്ക് HSCയിൽ അപ്ലൈ ചെയ്യാൻ കഴിയാത്ത അവസരമില്ല. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. VHSCയിലാണെങ്കിലും നിങ്ങൾക്ക് HSCയിലെ സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ, HSCയിൽ അലോട്ട്മെന്റിൽ വന്നിരിക്കരുത്, HSCയുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കരുത്. അല്ലാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും HSCയുടെ സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. VHSCയിൽ അഡ്മിഷൻ എടുത്തു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട സ്കൂളിൽ ലഭിക്കാത്ത, ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാത്ത, കുറേ ദൂരം പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും നിലവിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല. സ്പോട്ട് അലോട്ട്മെന്റ് നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 13-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 13-ാം തീയതി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം 14-ാം തീയതി തന്നെ ഈ അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ പരിശോധിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ ഗ്രേഡിന്റെ, നിങ്ങളുടെ WGPAയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ അഡ്മിഷനും നടക്കുന്നത്. അപ്പോൾ 13-ാം തീയതി ആപ്ലിക്കേഷൻ 4 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 14-ാം തീയതി 9 മണിക്കുള്ളിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പ്രശ്നം ഇതല്ല, 14-ാം തീയതി 10 മണി മുതൽ നിങ്ങളുടെ അഡ്മിഷന്റെ കാര്യങ്ങൾ നടക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക.
കാരണം 14-ാം തീയതി 10 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുക്കണം. അതവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നടക്കത്തില്ല. അതുകൊണ്ട് സ്പോട്ടിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ റെഗുലർ ആയിട്ട് HSCAP കയറി ചെക്ക് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 14-ാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പല സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാ സ്കൂളിലെയും വേക്കൻസി ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് വരും. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു 5 സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 സ്കൂളിനെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ, വെയിറ്റിംഗ് ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും. പക്ഷെ എല്ലാ സ്കൂളിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിൽ 10 സീറ്റായിരുന്നു വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ റാങ്ക് 2 ആണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായും ആ സ്കൂളിൽ കിട്ടും. അപ്പം നിങ്ങൾ ആ സ്കൂളിൽ മാത്രം പോയാൽ മതി. ഇനി ഇതേ സമയത്ത് നിങ്ങൾക്ക് വേറൊരു സ്കൂളിലും ഇതേപോലെ 5 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങളുടെ റാങ്ക് 1 ആണ്. അപ്പോൾ ഈ സ്കൂളിലും ആ സ്കൂളിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് ആ സ്കൂളിലേക്ക് മാത്രം നിങ്ങൾ പോവുക. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള സ്കൂളിലേക്ക് മാത്രം നിങ്ങൾ പോയാൽ മതിയാവും. ഇനി ചില വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിനുള്ളിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ല. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ, താഴോട്ടുള്ള റാങ്ക് വരെ പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത്. അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണോടാ. കഴിഞ്ഞ തവണ വേക്കൻസി ലിസ്റ്റിൽ, അതായത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും അഡ്മിഷൻ കിട്ടാതെ പോയ കുറേ വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും. അതുകൊണ്ട് അത് മാത്രമായിട്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ സ്കൂളിലെത്തണം. അതുകൊണ്ട് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. കാരണം ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഈ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു അഡ്മിഷൻ പ്രൊസീജിയറേ ഇല്ല. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് നമ്മൾ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്തു, നമുക്ക് തോന്നുന്ന പോലെ നിങ്ങൾ അപ്ലൈ ചെയ്തു, ഓക്കെ, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോകണം. അല്ലാണ്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ മാറാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഏത് സ്കൂളാണോ കിട്ടുന്നത് അവിടെ തന്നെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മക്കൾക്ക് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവരാണ് സ്പോട്ടിന് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന മാക്സിമം സ്കൂളിലേക്ക്, മാക്സിമം സബ്ജക്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് എത്രമാത്രം സ്കൂളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം സ്കൂളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഗവൺമെന്റിൽ പഠിക്കാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത് പറയുന്നത്. അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ കിട്ടുന്നത് ആ സ്കൂളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നെങ്കിൽ പോയി വരാൻ പറ്റുന്ന മാക്സിമം സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുള്ള മാനസികാവസ്ഥയുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ഇഷ്ടം ആ സ്കൂളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. വേറൊരു സ്കൂളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ കിട്ടി, എനിക്ക് അവിടെ പഠിക്കണ്ട എന്ന് പല വിദ്യാർത്ഥികൾ, ഇപ്പോൾ ട്രാൻസ്ഫറിനൊക്കെ ശേഷം പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യം ഇതാണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇനി അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് അവസ്ഥ. കാരണം ലാസ്റ്റ് പ്രൊസീജിയർ ആണ്. ഇനി ഇവിടെ നമുക്ക് അറിയാം, ട്രാൻസ്ഫറിനൊന്നും അപ്ലൈ ചെയ്തിട്ട് സീറ്റ് കിട്ടാത്തവർക്ക്, അതായത് ഓൾറെഡി അഡ്മിഷൻ കിട്ടി പക്ഷേ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ട് അലോട്ട്മെന്റിലൊന്നും വന്നിട്ടില്ല, അങ്ങനത്തെ ഉള്ള വിദ്യാർത്ഥികൾക്കൊന്നും സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. സ്പോട്ടിന് നിങ്ങൾക്ക് മാത്രം, നിലവിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഈ വർഷം നമുക്ക് ഏകദേശം 30,000-ഓളം സീറ്റുകൾ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുണ്ട്. ഒത്തിരി സീറ്റുകളുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെക്കൻ ജില്ലകളിലാണ് ഈ സീറ്റ് കൂടുതൽ വേക്കൻ്റ് ആയിട്ടുള്ളത്. വടക്കൻ ജില്ലകളിലെ സീറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ വടക്കൻ ജില്ലകളിലാണ് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഒരു പ്രശ്നം നിലവിലുണ്ട്. തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ സീറ്റ് വേക്കൻസി കൂടുതലാണ്, പക്ഷെ കുട്ടികളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ജില്ലകളിലേക്ക് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം തെക്കൻ ജില്ലകളിലൊക്കെ സീറ്റ് വളരെ കുറവാണ്. ഈ ഒരു പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റേഷ്യോ കൂടുതൽ, വടക്കൻ ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണം കുറവ്, കുട്ടികളുടെ എണ്ണം കൂടുതൽ. തെക്കൻ ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണം കൂടുതൽ, കുട്ടികളുടെ എണ്ണം കുറവ്. ഈ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് മക്കൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്.
ഫൈനലായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കും, സബ്മിറ്റ് കൊടുക്കും, സ്കൂൾ സെലക്ട് ചെയ്യും. ഫൈനൽ കൺഫോർമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പല വിദ്യാർത്ഥികളും കൊടുത്തിട്ടില്ല. കാരണം ഇപ്പൊ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പോലും ഒത്തിരി വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ റിജക്ട് ചെയ്തു പോയി. കാരണം എന്താ? അവർക്ക് മാർക്ക് ഉണ്ടായിട്ട് പോലും ഫൈനൽ കൺഫോർമേഷൻ കൊടുക്കാത്തത് കാരണമാണ് അവരുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഫോണിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ ഒരു വേർഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നെ പോവാം. നിങ്ങൾ അക്ഷയ സെന്ററിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്തു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവൂ. കാരണം പല അക്ഷയ സെന്ററുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അക്ഷയ സെന്ററിലെ ചേച്ചി ചെയ്യുന്നതിന്റെ കുറ്റം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അഡ്മിഷൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല, സ്കൂളുകൾ സെലക്ട് ചെയ്യുമ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം സബ്മിറ്റും ഫൈനൽ കൺഫർമേഷനും കൊടുക്കുക. സോ എല്ലാവർക്കും ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.